കേരളത്തിൽ കാലവർഷം തീരം തൊട്ടു. പതിവ് പോലെ മലയാളിക്ക് ഭീഷണിയായ വെള്ളപ്പൊക്കവും പ്രളയവും ഡാമും ഒക്കെ ദുരന്ത ഓർമ്മകളായി തന്നെ നിലനിൽക്കുന്നു. മഴ കേരളത്തിൽ ആർത്തുലച്ച് പെയ്താൽ പിന്നീട് ജനങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ വില്ലൻ മറ്റാരുമല്ല, മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ സേവ് കേരള എന്ന പോസ്റ്ററുമായി ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതിനായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ നിന്നും 20 ലക്ഷം പേരുടെ ഒപ്പുണ്ടെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രിക്ക് ഡാം ഡീകമ്മീഷൻ ചെയ്യാനുള്ള പെറ്റീഷൻ നൽകാനാവൂ എന്നതാണ് എടുത്തു പറയേണ്ടത്. അവർ നിർദ്ദേശിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് പെറ്റീഷൻ സൈൻ ചെയ്താൽ മാത്രമേ ഇത് സമർപ്പിക്കാനാവൂ. കടുത്ത വരൾച്ച നേരിടുന്ന തമിഴ്നാട്ടിലെ കുമ്പം, തേനി, ദിണ്ടിഗൽ, മധുര, രാമനാഥപുരം ജില്ലകളിലെ കൃഷിക്ക് വെള്ളം ലഭ്യമാക്കുന്നതിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത്. സുർഖി, ചുണ്ണാമ്പുകല്ല്, കരിങ്കല്ല് എന്നിവ കൊണ്ട് നിർമ്മിച്ച ഈ അണക്കെട്ടിന് 1895 പൂർത്തിയായപ്പോൾ പരമാവധി ആയുസ് 60 വർഷമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിന്റെ ഇരട്ടി പഴക്കമുണ്ട് അതിന്. കേരളം പുതിയ അണക്കെട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പഴയ ഡാം ശക്തമാണെന്നും പുതിയത് ആവശ്യമില്ലെന്നുമാണ് തമിഴ്നാടിന്റെ നിലപാട്. 2014 സുപ്രീം കോടതി വിധി പ്രകാരം തമിഴ്നാടിന്റെ അനുമതിയില്ലാതെ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനും കഴിയില്ല. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് പിന്നിലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പുതിയ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ അനുമതി നൽകുകയും ചെയ്യണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത തമിഴ്നാട് അണക്കെട്ട് നിർമ്മാണത്തിനെതിരായ നിലപാട് കടുപ്പിക്കുകയാണ്. തമിഴ്നാടിന് കിട്ടുന്ന വെള്ളത്തിന്റെ കാര്യത്തിലല്ല ഇവിടെ തർക്കം. തമിഴ്നാടിന് അർഹമായ ജലം ലഭിക്കുന്നതിൽ നിന്നും കർണാടക തടയുന്നു എന്നതാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തിയപ്പോൾ പോലും കേരളം തമിഴ്നാടിന് കൂടുതൽ വെള്ളം തുറന്നുവിടുകയാണ് ചെയ്തത്. കേരളം നൽകുന്ന വെള്ളത്തിൽ നിന്ന് തമിഴ്നാടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് തമിഴ്നാടിന്റെ പ്രവർത്തന മേൽനോട്ടത്തിലാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിന് ഗുണമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടുമില്ല. കാലപ്പഴക്കം ചെന്ന അണക്കെട്ട് പലതവണ ചോർന്നൊലിക്കുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ ചോർച്ചകൾ ഇടയ്ക്കിടെ വീണ്ടും അടച്ചുകൊണ്ടേയിരുന്നു. കനത്ത വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ അണക്കെട്ടിന് കഴിയില്ലെന്നും അണക്കെട്ടിന്റെ താഴ്വരയിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല സമീപ ജില്ലകളിലുള്ളവർക്കും അണക്കെട്ട് സുരക്ഷാ ഭീഷണിയാണെന്നും കേരളം ആവർത്തിച്ച് പറഞ്ഞെങ്കിലും കേരളത്തിന് പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതിയും കേന്ദ്ര സർക്കാർ കമ്മിറ്റികളും തമിഴ്നാടിനാണ് ഭീഷണിയെങ്കിൽ പുതിയ അണക്കെട്ടിന് വേണ്ടി ശബ്ദമുയർത്തിയേനെ. പുതിയ അണക്കെട്ടിനായുള്ള കേരളത്തിന്റെ നീക്കം പക്ഷാഭേദമില്ലാതെ ഒരു ന്യായാധിപനും തള്ളിക്കളയാനാവില്ല. തമിഴ്നാടിന് വെള്ളം നൽകില്ലെന്ന് കേരളം പറയുന്നില്ല. വെള്ളം നൽകുമ്പോൾ കേരളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ പുതിയ അണക്കെട്ടിനുള്ള കേരളത്തിന്റെ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേരളത്തിന് കത്തയച്ചിട്ടുണ്ട്. കേരളത്തിന്റെ നടപടി കോടതിയലക്ഷ്യമാണെന്നും ഇത് പിൻവലിക്കണമെന്നുമാണ് തമിഴ്നാട് ആവശ്യപ്പെടുന്നത്. പുതിയ അണക്കെട്ടിന് പാരിസ്ഥിതിക അനുമതി നേടാനുള്ള കേരളത്തിന്റെ ശ്രമമാണ് തമിഴ്നാടിനെ ചൊടിപ്പിച്ചത്. തമിഴ്നാടിന്റെ എതിർപ്പിനെ തുടർന്ന് പരിസ്ഥിതി അനുമതി തേടിയുള്ള കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാനുള്ള യോഗം പരിസ്ഥിതി മന്ത്രാലയം ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും പുതിയ അണക്കെട്ട് എന്ന ആവശ്യമായി കേരളം മുന്നോട്ട് പോകണം. തമിഴ്നാടിന്റെ അനുമതിയോടെ മാത്രമേ കേരളത്തിന് അണക്കെട്ട് നിർമ്മിക്കാനാകൂ എന്ന് വിധിച്ച സുപ്രീം കോടതിക്ക് പുതിയ പാരിസ്ഥിതിക ആഘാത പഠനത്തിന്റെ പശ്ചാത്തലത്തിൽ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നിബന്ധന ഒഴിവാക്കാനാകും. ഇരുവിഭാഗം ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനും സമരങ്ങൾക്കും വഴിയൊരുക്കാതെ നിയമപരവും ഭരണപരമായ തലത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കേരളം തുടരണം. എന്തായാലും കേരളത്തിന് വെല്ലുവിളിയായി മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്ഥിതി എന്താണെന്ന് കണ്ടു തന്നെ അറിയണം.